ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വീണ. ന്യൂസിലാൻഡ് എന്ന് പറയുന്ന ഒരു ഡ്രീം കൺട്രിയാണ് അല്ലേ എല്ലാവർക്കും. നിങ്ങൾ ന്യൂസിലാൻഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണോ? അത് അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്കായി ന്യൂസിലാൻഡിലോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവരാണോ? ഫാമിലി ആയിട്ട് ന്യൂസിലാൻഡിൽ സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ വീഡിയോ എൻഡ് വരെ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ഇതുപോലെ ന്യൂസിലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ന്യൂസിലാൻഡിനെ കുറിച്ച് എന്തൊക്കെ അറിയണം ടു കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അപ്പോൾ ഞാൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂസിലാൻഡിൽ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂസിലാൻഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അതായത് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിങ്, നമ്മുടെ ലിവിങ് എക്സ്പെൻസ് നമ്മൾക്ക് എത്ര വരും എന്നുള്ളത് ഒരു കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ്. ആസ് കമ്പയർഡ് ടു ഇന്ത്യ, കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് ന്യൂസിലാൻഡിൽ. നമ്മുടെ ലിവിങ് എക്സ്പെൻസ് നമ്മൾ പേ ചെയ്യുന്നത് വീക്ക്ലി ആണ്. ഈവൻ നമ്മുടെ സാലറി വരുന്നത് പോലും നമുക്ക് വീക്ക്ലിയോ അതുപോലെ തന്നെ ഫോർട്ട്നൈറ്റ്ലി എന്ന് പറയുന്നത് 2 ആഴ്ച കൂടുമ്പോഴാണ് നമുക്ക് പേയ്മെന്റ്സ് വരുന്നത്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ മാസം അവസാനമാണ് നമുക്ക് സാലറിയും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ റെന്റൽസും പേ ചെയ്യേണ്ടത്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോർട്ട്നൈറ്റ്ലിയോ വീക്ക്ലിയോ ആണ് പേയ്മെന്റ്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഡ്രൈവിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഇവിടെ ഫസ്റ്റ് വരുന്ന ആൾക്കാർ ഇന്ത്യയിൽ വരുമ്പോൾ ഉറപ്പായിട്ട് ഇന്ത്യൻ ലൈസൻസ് കമ്പൽസറി ആയിട്ട് എടുത്തിരിക്കണം. ജോലി ആവശ്യത്തിനോ ഗ്ലോസറി അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ വാങ്ങേണ്ട ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് പോകേണ്ട വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് വണ്ടി അത്യാവശ്യമാണ്. ഇങ്ങനെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാറിന്റെ ലൈസൻസ് ആണെങ്കിൽ നമുക്ക് 18 മാസം വാലിഡി ആണ് അവിടെ. ഇന്ത്യൻ ലൈസൻസ് വെച്ച് വണ്ടി ഓടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മളിവിടെ VTNS അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൺവേർഷൻ ചെയ്യാൻ പറ്റും നമ്മുടെ ഇന്ത്യൻ ലൈസൻസ്. തിയറി ടെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഫുൾ ലൈസൻസ് കിട്ടും. ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഡിസിപ്ലിനിലാണ്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ. നാട്ടില് പല സ്ഥലങ്ങളിലും നമ്മൾ ഇങ്ങനെ റോഡിൽ സയൻസ് ലിമിറ്റ്സും ഈ സ്പീഡ് ലിമിറ്റ് ഒക്കെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാനത് ശ്രദ്ധിച്ചു തുടങ്ങി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 2 പ്രാവശ്യം ഫൈൻ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനത് പഠിച്ചു. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ് ക്യാമറാസ് ഉണ്ട്, അതുപോലെ തന്നെ പോലീസ് ചെക്കിങ്ങിന്റെ ക്യാമറാസ് ഉണ്ട്, പോലീസിന്റെ സ്പീഡ് ക്യാമറാസ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ നമ്മൾ പെടും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഡിസിപ്ലിനാണ്. നമുക്ക് അതില്ലാത്തത് നമുക്കൊരു സംഭവം. നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ഒഫൻസിൽ പറയുന്നത് കൂടുതൽ നമ്മുടെ ഇന്ത്യൻസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റോഡ് നിയമങ്ങൾ സ്വതവേ പാലിക്കാറില്ല. പക്ഷെ അതൊക്കെ പാലിച്ച് തന്നെ നമ്മളോട് വണ്ടി ഓടിക്കണം. അപ്പോൾ അതിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസിനും കാര്യങ്ങൾക്കൊക്കെ അത് വളരെയധികം ബുദ്ധിമുട്ട് വരും. ഇപ്പം ഞാൻ സിംഗപ്പൂർ വർക്ക് ചെയ്തതുകൊണ്ട് ഞാൻ കൂടുതൽ പബ്ലിക് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു ഞാനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് മസ്റ്റ് കാർ വേണ്ടി വന്നു. ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പോയിട്ട് ഒരു ഊബർ ടാക്സി പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കാറില്ലാത്ത ഒരു 2 ആഴ്ചയോളം ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഗ്രോസറി വാങ്ങാനും ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് പോകാനും നമ്മളെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ മസ്റ്റായിട്ട് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടും വരണം. അതേപോലെ തന്നെ അത് നമ്മൾ റോഡിലോട്ട് വണ്ടി ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ ബേസിക് ആയിട്ടുള്ള റോഡ് നിയമങ്ങളും കാര്യങ്ങളും പഠിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആർക്കും അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. കാറ് വാങ്ങേണ്ട കാര്യങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ നമ്മൾ വേറെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. നെക്സ്റ്റ് പറയാൻ പോണ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിയാണ്. ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ആൾക്കാരും അതേപോലെ തന്നെ ജോലിയായിട്ട് വരുന്ന ആൾക്കാരും രണ്ട് കാറ്റഗറിയാണ്. സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി ഇവിടെ വന്നിട്ട് കണ്ടുപിടിക്കണം. പിന്നെ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ അവർക്ക് 25 hours ഇപ്പോൾ ജോലി ചെയ്യാം. മുന്നേ 20 hours ആയിരുന്നു. പാർട്ട്നേഴ്സിന് ഫുൾ ടൈം ജോലി ചെയ്യാൻ പറ്റും. ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കറൻ്റ്ലി ഇൻ ന്യൂസിലാൻഡ്. ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഒരു 3 years ബാക്ക് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഈസി ആയിരുന്നു. കാരണം കൊറോണ കഴിഞ്ഞ ഒരു ടൈമായിരുന്നു ഞങ്ങൾ വന്നത്. അപ്പോൾ മൈഗ്രൻസും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു, അതുപോലെ തന്നെ സ്റ്റുഡൻസും കുറവായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അതായത് ഇവിടെ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിനെ പ്രിഫർ ചെയ്തിട്ടാണ് നമ്മൾ മൈഗ്രൻസിനെ പ്രിഫർ ചെയ്യുന്നത്. ഈവൻ നമ്മുടെ ഹെൽത്ത് കെയറിൽ പോലും ജോബ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം ക്യാപ്പ് കഴിഞ്ഞിട്ടും കുറേ പേര് നാട്ടിലേക്ക് പോയൊരു സിറ്റുവേഷൻ ഈ അടുത്തുണ്ടായിരുന്നു. വൈറ്റ് കോളർ ജോബ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട്. ഇവൻ നമ്മളുടെ വീട്ടിലെ ഒരു പൈപ്പ് പൊട്ടിയാൽ പോലും ശരിയാക്കാൻ
പഠിച്ചിട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കിട്ടുന്ന ജോലി ഏതും ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി വന്നാൽ നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ വെതറിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കറൻ്റ്ലി നമുക്കിവിടെ വിൻ്ററാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഒരു റൂറൽ ഏരിയ ആണ്. വിൻ്റർ ടൈമിൽ മാക്സിമം നമ്മൾക്ക് വരാവുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -3 വരെ ഒക്കെയാണ് നമ്മൾക്ക് വരാവുന്ന വിൻ്റർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് നോർത്ത് ഐലൻഡിലാണ്. മാക്സിമം വരാവുന്ന ടെമ്പറേച്ചർ വിൻ്ററിൽ വരാവുന്ന ഇത്രയേ ഉള്ളൂ. ഇവിടെ മഞ്ഞ് വീഴുക അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് നോർത്ത് ഐലൻഡിൽ പൊതുവേ ഇല്ല. സൗത്തിലാണ് നമുക്ക് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ന്യൂസിലാൻഡിലെ വെതർ എന്ന് പറയുന്നത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരു ദിവസം തന്നെ പല ടൈപ്പിൽ ഓഫ് ക്ലൈമറ്റ് കാണാൻ പറ്റും. കാരണം ഇപ്പോൾ വിൻ്റർ ടൈമിലാണെങ്കിൽ കൂടി മഴ ഉണ്ടാവാറുണ്ട്. ലാസ്റ്റ് 2 days ബാക്ക് വരെ മഴയായിരുന്നു. വിൻ്റർ ആണെങ്കിൽ കൂടി മഴയായിരുന്നു. മൈഗ്രൻ്റ് ആയിട്ട് വരുന്നത് ഓക്ലാൻഡിലോട്ടാണെന്നുണ്ടെങ്കിൽ വെതർ ഓക്കെ ആയിരിക്കും. കാരണം നിങ്ങളുടെ ഇവിടുത്തെ അതായത് റൂറൽ ഏരിയയുടെ അത്രയും തണവ് ഓക്ലാൻഡിൽ ഉണ്ടായിരിക്കില്ല. എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് കെയർ ആണ്. ഫസ്റ്റ് വരുമ്പോൾ ചെയ്യുന്നത് GPയുടെ അടുത്ത് പോയിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്തുള്ള GP എവിടെയാണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, പോയി രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ വിസയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഫ്രീ അല്ല. അതായത് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 50 to 70 ആണ് നമ്മൾ അതിൻ്റെ എക്സ്പെൻസ് വരുന്നത്. പിന്നെ നാട്ടിലത്തെ പോലെ പെട്ടെന്ന് പോയി ഡോക്ടറെ കാണുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. നമുക്ക് അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വേണം. പെട്ടെന്ന് ഒരു പനി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാഷ്വാലിറ്റി ത്രൂ ആണ് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് എമർജൻസി മാത്രമാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് അവർ അപ്പോയിൻമെൻറ്റ് തരത്തുള്ളൂ. ന്യൂസിലാൻഡ് കൾച്ചറിനെ കുറിച്ചാണ് എനിക്ക് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഞങ്ങൾ ഇവിടെ ന്യൂസിലാൻഡേഴ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാർ ആണ് എന്നാണ് വിചാരിച്ചിരുന്നത്. ആക്ച്വൽ സിറ്റിസൺസ് എന്ന് പറയുന്നത് മൗറീസ് ആണ്. അപ്പോൾ നമ്മളൊരു പുതിയ കൺട്രിയിലോട്ട് വരാണ്. അപ്പോൾ അവരുടെ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്തമാണ്. ആസ് എ ഇന്ത്യൻ നമ്മൾ നമ്മുടെ കൾച്ചറിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ, അപ്പോൾ നമ്മളൊരു വേറെ രാജ്യത്ത് വരുമ്പോൾ അവരുടെ കൾച്ചറിനും അത്ര റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ആസ് എ മലയാളി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മലയാളമാണ്. അതുപോലെ തന്നെ അവർക്കും സെപ്പറേറ്റ് ലാംഗ്വേജ് ഉണ്ട്. മൗറി ലാംഗ്വേജ് എന്ന് പറയും. പേഴ്സണലി സംസാരിക്കുന്ന മൗറി ലാംഗ്വേജ് ആണ്. പക്ഷേ നമ്മൾ ഒരു പബ്ലിക് സ്പോട്ടിൽ ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഇടപഴകുമ്പോൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ എവറിഡേ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾ 3 വർഷം ബാക്ക് ഇവിടെ വന്ന ടൈമിൽ ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയാം. അതായത് നമ്മുടെ ഇന്ത്യയിലെ പോലെയല്ല ഇവിടെ ഷോപ്സുകളും കാര്യങ്ങളൊക്കെ 5 മണി 6 മണിക്കുള്ളിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറുകൾ എന്ന് പറയുന്നത് ഗ്രോസറി സ്റ്റോറുകളായിരിക്കും. അതായത് പാക്ക് ആൻഡ് സേവ്, വൂൾവർത്ത് എന്ന് പറയുന്ന ഇത് മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. പിന്നെ ഓവർ ക്രൗഡഡ് അല്ല ന്യൂസിലാൻഡ് എന്ന് പറയുന്നത്. പുറത്ത് അധികം ആൾക്കാർ നമ്മൾക്ക് 5 മണിക്ക് ശേഷം കാണാൻ പറ്റില്ല. പിന്നെ വീക്കെൻഡ്സ് എന്ന് പറയുന്നത് സൺഡേയ്സും സാറ്റർഡേയ്സും ഒക്കെ വളരെ വൈറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ മെയിനായിട്ട് ഇനി ശ്രദ്ധിക്കേണ്ടതായിട്ട് ഷോർട്ടായിട്ട് ഞാൻ പറയാം. നമ്മൾ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് എന്ന് പറയുന്നത് ഇവിടെ ഇല്ലീഗലാണ്. നിങ്ങൾ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് വരെ കട്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അനാവശ്യമായിട്ട് ഹോൺ അടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെയല്ല. നമ്മൾ ഡ്രൈവിംഗ് ടൈമിൽ നാട്ടിൽ പഠിപ്പിക്കുന്നത് ടീച്ചേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞു തരുന്നത് ഹോൺ അടിക്കാനായിരിക്കും. പക്ഷെ നമ്മളിവിടെ ഹോൺ മാക്സിമം എന്നല്ല, ഒട്ടും ഹോൺ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഈവൻ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഹോണിൻ്റെ പോലും സൗണ്ട് കേൾക്കാൻ സാധിക്കില്ല. പിന്നെ എന്ന് പറയുന്നത് പബ്ലിക് പ്ലേസിൽ ആൽക്കഹോൾ ഡ്രിങ്കിങ് എന്ന് പറയുന്നത് അലൗഡ് അല്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആസ് എ മൈഗ്രൻ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂസിലാൻഡിനെ കുറിച്ച് അറിയണം. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ വേണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഞാനപ്പോൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. പിന്നെ ഇതിനെക്കുറിച്ച് അതായത് എൻ്റെ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ആസ് എ മൈഗ്രൻ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ മൈ വീഡിയോ. അപ്പോൾ വീഡിയോ എൻഡ് വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.